ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കിയതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുകയും ലഡു കഴിച്ചുകൊണ്ട് ആഘോഷം പ്രകടിപ്പിക്കുകയും അതേപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ കോലം കത്തിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ശ്രീ വെള്ളാപ്പള്ളി നടേശനും കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണെങ്കിൽ അവരോടൊപ്പം ശ്രീ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഏത് തരത്തിലും ഏത് നിയമത്തിലും ഏത് അധികാര കേന്ദ്രങ്ങളിലും വളർന്ന് വന്തലിച്ച ഒരു വൃക്ഷം പോലെ ആയിരുന്നു വെള്ളാപ്പള്ളി നടേശനും ശ്രീ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും. അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും കേരളത്തിലും കേന്ദ്രത്തിലും അവർക്ക് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ അധികാര കേന്ദ്രങ്ങളും വെച്ചുകൊണ്ട് എല്ലാവിധ സ്ഥാപനങ്ങളും വെച്ചുകൊണ്ട് പക്ഷേ ശ്രീനാരായണനായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും വൈസ് പ്രസിഡന്റിനെ ഉൾപ്പെടെ ഏതാണ്ട് 5ഓളം പേര് SNDP യോഗത്തിൽ നിന്നും അയോഗ്യരാക്കിയിരിക്കുകയാണ്. അതിൻ്റെ കാരണത്താൽ അതിൻ്റെ സന്തോഷത്താൽ കൊല്ലം ജില്ലയിലുള്ള ശ്രീനാരായണീയരായിട്ടുള്ളവരെല്ലാം തന്നെ ആഘോഷ പ്രകടനം നടത്തി. കൊല്ലത്ത് സംഘേഷ് സ്ക്വയറിൽ നിന്നും ആരംഭിച്ച ആഘോഷ പ്രകടനം SNDP യോഗത്തിൻ്റെ കേന്ദ്ര കാര്യാലയത്തിന് മുന്നിൽ എത്തിച്ചേരുകയും അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം അവർ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കിയതിൻ്റെ ഭാഗമായി എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുകയും ലഡു കഴിച്ചുകൊണ്ട് ആഘോഷം പ്രകടിപ്പിക്കുകയും അതേപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ കോലം കത്തിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഭരിച്ചുകൊണ്ടിരുന്ന SNDP യോഗത്തിൽ നിന്നും മോചനം കിട്ടിയിരിക്കുകയാണ്. ശ്രീനാരായണീയരായിട്ടുള്ളവരും ഈഴവ സമുദായത്തിലുള്ളവർക്കും ഇനിയൊരു പുതിയ യുഗമാണ്, പുതിയ കാലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആവേശകരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സന്തോഷകരമായിട്ടും അവർ ലഡു വിതരണം ചെയ്തുകൊണ്ടും ഇവിടെ വൻ പ്രകടനമാണ് നടത്തിയിരുന്നത്. പക്ഷേ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള വെള്ളാപ്പള്ളി നടേശനെതിരെ SNDP യോഗത്തിനെതിരെയൊക്കെ പ്രകടനം നടത്തി വരുമ്പോൾ ഈ കേന്ദ്ര കാര്യാലയത്തിന് മുന്നിൽ എത്തിച്ചേരാൻ കഴിയില്ല. അത് കുറച്ച് ദൂരെ നിന്ന് തടയുകയും അതിനെ തടുക്കാനും പ്രതിഷേധിക്കാനുമായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ അണികൾ ഇവിടെ നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ വളരെ ദൂരം തന്നെ പോലീസ് സന്നാഹം തടയുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് അത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധിക്കാൻ വേണ്ടി ആരും അണികൾ ഇവിടെ എത്തിച്ചേർന്നില്ല. അതേപോലെ തന്നെ പോലീസ് സന്നാഹം വൻ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ വളരെ സന്തോഷകരമായ മുദ്രാവാക്യങ്ങളും ആവേശകരമായിട്ട് വിളിച്ചുകൊണ്ട് ലഡു വിതരണം ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ കോലം കത്തിച്ചു. ഇനി SNDP യോഗത്തിൻ്റെ മോചനമാണ്. എന്തായാലും ഇന്നലത്തെ കോടതി ഉത്തരവ് വൻ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വൻ ചലനത്തിൻ്റെ പേരിൽ കോടതി നിശ്ചയിച്ച പ്രകാരം കേരള സർക്കാർ 15ഓളം പേരെ പുതിയ ഒരു ബോർഡ് മെമ്പർമാരെ തീരുമാനിച്ചുകൊണ്ട് പുതിയ ഭരണസമിതി വന്ന് ആ ഭരണസമിതി ആയിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആവേശപൂർവ്വമാണ് കൊല്ലം ജില്ലയിലുള്ള ശ്രീനാരായണീയർ ഇവിടെ കഴിയുന്നത്. നമുക്കറിയാം ഇവിടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ശ്രീ വെള്ളാപ്പള്ളി നടേശനും കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണെങ്കിൽ അവരോടൊപ്പം ശ്രീ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഏത് തരത്തിലും ഏത് നിയമത്തിലും ഏത് അധികാര കേന്ദ്രങ്ങളിലും വളർന്ന് വന്തലിച്ച ഒരു വൃക്ഷം പോലെ ആയിരുന്നു വെള്ളാപ്പള്ളി നടേശനും ശ്രീ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും. അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും കേരളത്തിലും കേന്ദ്രത്തിലും അവർക്ക് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ അധികാര കേന്ദ്രങ്ങളും വെച്ചുകൊണ്ട് എല്ലാവിധ സ്ഥാപനങ്ങളും വെച്ചുകൊണ്ട് പക്ഷേ ശ്രീനാരായണനായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ സമ്പാദ്യങ്ങളെല്ലാം കൊണ്ടുപോയിരിക്കുന്നൊക്കെയുള്ള നിരവധി ആക്ഷേപങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അവർ സന്തോഷത്തിലാണ്, ആവേശത്തിമിർപ്പിലാണ്. കേരളമായാലും കേന്ദ്രമായാലും ഇത്തരത്തിലൊരു സാമുദായിക നേതാവിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ വരുന്നത് അപൂർവമാണ്. എന്തായാലും ഇത്തരത്തിലൊരു പ്രകടനവും പ്രതിഷേധവുമായിട്ടാണ് അവരിവിടെ എത്തിയത്. എല്ലാം കഴിഞ്ഞു, അവരിപ്പോൾ തിരിച്ചു പോയിരിക്കുകയാണ്. എന്തായാലും കേരളം ഒട്ടുക്ക് ഇത്തരം പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ ആവേശകരമായ പ്രകടനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ കൊല്ലത്ത് കേന്ദ്ര ആസ്ഥാനമായ SNDP യോഗത്തിൻ്റെ കേന്ദ്ര കാര്യാലയത്തിന് മുമ്പിലാണ് ഇന്ന് കൊല്ലം ജില്ലയിലുള്ള ശ്രീനാരായണ ഭക്തർ അല്ലെങ്കിൽ ശ്രീനാരായണീയർ ഇവിടെ എത്തിച്ചേർന്നതും ഇത്തരം ആവേശപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയതും. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.